ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിവാഹമോചനം അല്ലെങ്കിൽ തകർന്നു പോയ ബന്ധങ്ങൾ എന്നൊക്കെ പറയാവുന്ന ഒന്ന്. ഇപ്പോൾ സാധാരണ കോമൺ ആയിട്ടുള്ള കാര്യമാണ് ഡിവോഴ്സ് ആവുക എന്നുള്ളത്. വിവാഹം കഴിച്ച് ഒന്നിച്ച് ജീവിക്കാൻ വിവാഹം കഴിച്ച ശേഷം ഒന്നിച്ച് തുടർന്നു പോകാൻ താല്പര്യമില്ലാത്ത ആളുകൾ തമ്മിൽ പിരിഞ്ഞു പോകുന്നു. പണ്ട് ഇത് വളരെ കുറവായിരുന്നു. അതിനൊരുപാട് കാരണങ്ങൾ ഉണ്ടായിരുന്നു. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കുറവായിരുന്നു, ജോലിയുള്ള സ്ത്രീകൾ കുറവായിരുന്നു, അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. അവരെപ്പോഴും ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്തായിരുന്നു ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവരൊരു പരിധിവരെ സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോയിരുന്നു. വിവാഹമോചനം നേടി പുറത്ത് വന്നു കഴിഞ്ഞാൽ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥ അല്ലെങ്കിൽ സ്വന്തമായി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ അതൊക്കെ പണ്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വിവാഹമോചനം വളരെ കുറവായിരുന്നു. പിന്നെ പൊതുവെ വിവാഹമോചനങ്ങൾ അന്ന് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഭർത്താവ് ഉപേക്ഷിച്ചു പോവുക. ഭർത്താവിന് ഈ വിവാഹബന്ധത്തിൽ താല്പര്യമില്ലാത്തതുകൊണ്ട് ഭാര്യയെ ഉപേക്ഷിച്ചു പോകുമ്പോൾ ആണ് പൊതുവെ ഡിവോഴ്സ് എന്ന് പറയുന്ന സംഭവം അന്ന് നടന്നിരുന്നത്. ഇന്ന് അങ്ങനെയല്ല. എല്ലാ കുട്ടികളും നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്, സ്വന്തമായി ജോലിയുള്ളവരാണ്, വരുമാനമുള്ളവരാണ്, ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാൻ കഴിവുള്ളവരാണ്. അവർക്ക് ആരുടെയും സഹായം വേണ്ട. ഒരു താല്പര്യമില്ലാത്ത ബന്ധത്തിൽ തുടർന്നു പോകേണ്ട കാര്യമില്ല. പിരിഞ്ഞു പോകാൻ എളുപ്പമാണ്. എന്തും സഹിച്ചും ക്ഷമിച്ചും എല്ലാം സാക്രിഫൈസ് ചെയ്തൊന്നും ജീവിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് വിവാഹമോചനം വളരെ പണ്ടത്തേനെ അപേക്ഷിച്ച് വളരെ കൂടുതലുമാണ്. ഇങ്ങനെ തകർന്നു പോകുമ്പോൾ നമ്മൾ പൊതുവെ പറയുന്ന കാര്യമുണ്ട്, ഒന്നിച്ചു പോകാൻ പറ്റാത്തവർ പിരിയുന്നതാണ് നല്ലതെന്ന്. അങ്ങനെ ഭാര്യയും ഭർത്താവും ഒന്നിച്ചു പോകാൻ പറ്റാതെ പിരിഞ്ഞു പോകുമ്പോൾ അതിന്റെ ഇടയിൽ പെട്ടുപോകുന്ന കുട്ടികളുണ്ട്. അതെന്ന് പറഞ്ഞാല് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും മിക്ക കുട്ടികളും പിന്നീട് അങ്ങോട്ട് ജീവിക്കുന്നത്. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഫാമിലിയാണ് കൃഷ്ണകുമാർ ഫാമിലി, കെ ഫാമിലി. ഈയിടെ അവർ ദിയയുടെ കേസിലൊക്കെ ഒരുപാട് വാർത്തയിലൊക്കെ നിറഞ്ഞിരുന്നു. അല്ലെങ്കിലും നമ്മളറിയാം, ആ വീട്ടിലെല്ലാവർക്കും ചാനലുണ്ട്. കൃഷ്ണകുമാറിന്, ഭാര്യ സിന്ധു കൃഷ്ണകുമാറിന്, അവരുടെ മക്കൾക്ക് 4 പേർക്കും ഒക്കെ ചാനലുണ്ട്. അവർ വളരെ ഭംഗിയായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണ്. അമ്മ, അച്ഛൻ, കുറെ കുട്ടികൾ, 3-4 കുട്ടികൾ. അവരെല്ലാവരും വളരെ ഹാപ്പി ആയിട്ടും നല്ല കെട്ടുറപ്പോടെ കൂടെ നല്ല ബന്ധത്തിൽ ജീവിക്കുന്ന ഒരു ഫാമിലിയാണ്. അവരുടെ അതേ കുടുംബത്തില് ഈ സിന്ധു കൃഷ്ണകുമാറിന്റെ അനിയത്തി ഉണ്ട്. ഈ അനിയത്തി ഡിവോഴ്സായ ഒരു വ്യക്തിയാണ്. ഈ അനിയത്തിക്ക് ഒരു മകളുണ്ട്. ആ മകൾക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്, തൻവി സുധീർ ഘോഷ് എന്നാണ് ആ ചാനലിന്റെ പേര്. നമ്മൾ ഈ ദിയയുടെ വിവാഹ സമയത്താണ് ഈ തൻവി എന്ന് പറയുന്ന കുട്ടിയെ കാണുന്നത്. തൻവി കൃഷ്ണകുമാറിന്റെ വീട്ടില് ദിയയുടെ വിവാഹ സമയത്ത് വന്ന് താമസിക്കുന്നു. കുറെ ദിവസം അവിടെ താമസിക്കുന്നു. ആ സമയത്ത് ആ കുട്ടിയുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങി. നേരത്തെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിലും അവർ ഈ കൃഷ്ണകുമാറിന്റെ ഒരു ലൈം ലൈറ്റിലേക്ക് വന്നപ്പോൾ പെട്ടെന്ന് ആളുകൾ ശ്രദ്ധിച്ചു. അവരുടെ ചാനലന്ന് വളരെ ക്ലിക്കായി, ഒരുപാട് വ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ഈ പെൺകുട്ടി കാനഡയിലാണ് ജീവിക്കുന്നത്. ഒരു മോനുണ്ട്. ഒരു ലീവിനായിരുന്നു നാട്ടിൽ വന്നിരുന്നത്. അപ്പൊ ആ കുട്ടി അതിന്റെ സ്റ്റോറിയൊക്കെ ഒരുപാട് തവണ പറഞ്ഞു. ഹസ്ബൻഡുമായിട്ടുള്ള കാര്യങ്ങള്, കാനഡയിൽ പോകാനുണ്ടായിരുന്ന കാര്യങ്ങള്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ കുട്ടി പറയുണ്ടായി. അപ്പൊ നമുക്കറിയാം, ആ കുട്ടിയുടെ അമ്മ അച്ഛൻ തമ്മിൽ പിരിഞ്ഞതാണ്. അമ്മയ്ക്കും അച്ഛനും വേറെ വേറെ ഫാമിലി ഉണ്ട്. അതിൽ അച്ഛൻ പിന്നീട് മരിച്ചുപോയി. ഈ കുട്ടി ഒറ്റയ്ക്ക് ഇപ്പൊ കാനഡയിൽ മോനെയും കൊണ്ട് ജീവിക്കുകയാണ്. ഈ കുട്ടി വിവാഹിതയായിരുന്നു. ഹസ്ബൻഡുമായിട്ട് എന്തോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അവരും തമ്മിൽ പിരിഞ്ഞിട്ടാണ് ജീവിക്കുന്നത്. അപ്പൊ ഈ അടുത്ത ദിവസം ഫാദേഴ്സ് ഡേയുടെ അന്ന് ഈ കുട്ടി ഒരു വീഡിയോ ചെയ്തു. ആ കുട്ടിയുടെ അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകൾ. ഒരു ഫാമിലി തമ്മില്, അച്ഛനും അമ്മയും തമ്മിൽ പിരിയുന്നതോടുകൂടെ ആ മക്കളെ എത്രമാത്രം ഒരു സ്ട്രഗിൾ ചെയ്തൊരു സ്റ്റേജിൽ കൂടെ കടന്നു പോകുന്നതെന്ന് നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ പെട്ടെന്ന് ഫീൽ ചെയ്യും. നമ്മളെപ്പോഴും നമ്മളുടെ സൗകര്യങ്ങൾ നോക്കിയിട്ട് അച്ഛനും അമ്മയും പിരിഞ്ഞു പോകുന്നു. അവർക്ക് തമ്മിൽ യോജിക്കാൻ പറ്റുന്നില്ല, പിരിഞ്ഞു പോകുന്നു. അപ്പൊ കുട്ടികളുണ്ടെങ്കിൽ അവരുടെ കാര്യം വളരെ കഷ്ടമായിരിക്കും. അച്ഛന്റെ കൂടെ പോണോ, അമ്മയുടെ കൂടെ പോണോ, അല്ലെങ്കിൽ അച്ഛനെ വളരെ ഇഷ്ടമുള്ള കുട്ടികൾ ആ പ്രായത്തിൽ ചിലപ്പോൾ അമ്മ അല്ലെങ്കിൽ അമ്മയുടെ കൂടെ പോകുന്നു. അതിൽ ആരെ ശരി ആരെ തെറ്റെന്നൊന്നും അറിഞ്ഞിട്ടല്ല കുട്ടികൾ അങ്ങനെ പോകുന്നത്. അപ്പോഴത്തെ ഒരു താല്പര്യം അനുസരിച്ച് ഇപ്പൊ ചിലപ്പോൾ അമ്മ കുറച്ച് കൂടുതൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള അമ്മയായിരിക്കും. അപ്പൊ അച്ഛനെല്ലാം വാങ്ങിത്തരുന്ന, അച്ഛനെ ചിരിച്ചു മാത്രമേ കാണുന്നുള്ളൂ, എന്നാൽ അച്ഛന്റെ കൂടെ പോകാം, അങ്ങനെ അച്ഛന്റെ കൂടെ പോകുന്ന കുട്ടികൾ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ, അല്ലേ? അപ്പൊ ഈ തൻവി ആ കുട്ടിയുടെ സ്റ്റോറി പറഞ്ഞു. അച്ഛനുമായിട്ടുള്ള ബന്ധം, അമ്മയായിട്ടുള്ള ബന്ധം, അങ്ങനത്തെ ഒരു സ്റ്റോറി പറഞ്ഞു. ആ കഥ എങ്ങനെയാണ്? കഥ അല്ല, ആ കുട്ടിയുടെ ജീവിതമാണെന്ന് അറിയാം. അതിങ്ങനെയാണ്. ആ കുട്ടി 2ാം ക്ലാസ് വരെ, 2ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു, അച്ഛനും അമ്മയൊക്കെ തമ്മിലുള്ള പ്രശ്നം തോന്നുന്നു, അവർ പിരിഞ്ഞത് തോന്നുന്നു, അറിയില്ല. 2ാം ക്ലാസ് ഏകദേശം ആ സമയത്ത് ഈ കുട്ടി അമ്മയുടെ അടുത്തുനിന്ന്, അതുവരെ അമ്മയും അച്ഛനും വിവാഹമോചിതരായ ശേഷം അമ്മയുടെയും അച്ഛന്റെയും കൂടെയായിരുന്നു ഈ പെൺകുട്ടി താമസിച്ചിരുന്നത്. തൻവി 2ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് അച്ഛന്റെ അടുത്തേക്ക്, അച്ഛൻ ദുബായിലാണ്, അച്ഛന്റെ അടുത്തേക്ക് പോയി. അച്ഛൻ വീണ്ടും വിവാഹിതനായിരുന്നു. അച്ഛനൊരു കുട്ടി ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ തൻവി ചെന്നു. അച്ഛന്റെ 2ാമത്തെ ഭാര്യ, തൻവിയുടെ സ്റ്റെപ്പ് മദർ, ഈ കുട്ടിയെ നന്നായിട്ട് ശ്രദ്ധിച്ച് നന്നായിട്ട് സ്നേഹിച്ച് അവരുടെ കൂടെ കൂട്ടി. പിന്നീട് ഈ തൻവിക്ക് 2 അനിയന്മാരും ഉണ്ടായി. എന്ന് വെച്ചാല് അച്ഛന് 2ാമത്തെ വിവാഹത്തിൽ 3 ആൺകുട്ടികൾ ഉണ്ടായി. തൻവി ഉണ്ടായിരുന്നു. ഇവിടെ നാട്ടില് അമ്മ വേറെ വിവാഹിതയായി, അവർക്കും 2 കുട്ടികളുണ്ടായി. തൻവി അച്ഛന്റെ കൂടെ അവിടെ താമസിക്കുകയായിരുന്നു. വളരെ നല്ല സന്തോഷമുള്ള ലൈഫായിരുന്നു. അച്ഛൻ അവിടെ നല്ല ജോലിയായിരുന്നു. തൻവിനെ നല്ല സ്കൂളിൽ, ബ്രിട്ടീഷ് സ്കൂളിലായിരുന്നു തൻവി
തൻവി 3 അനിയന്മാരും പഠിച്ചിരുന്നത്. അച്ഛന്റെ രണ്ടാമത്തെ ഭാര്യ തൻവിയുടെ സ്റ്റെപ്പ് മം, അമ്മ എന്ന് തന്നെ പറയാം, തൻവി അവരെ അമ്മ എന്ന് തന്നെയാണ് പറയുന്നത്. ആ അമ്മ ഈ കുട്ടികളെ നന്നായിട്ട് നോക്കിയിരുന്നു. അപ്പൊ നന്നായിട്ട് അവർ സന്തോഷമായിട്ട് ജീവിക്കുകയായിരുന്നു. തൻവിയുടെ അച്ഛൻ കരാട്ടയിൽ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളായിരുന്നു. അവർക്ക് അതിന്റെ 2 ട്രെയിനിങ് സ്കൂളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ നന്നായിട്ട് നടത്തി അങ്ങനെ ജീവിക്കുകയായിരുന്നു. തൻവിയെയും കരാട്ട പഠിപ്പിച്ചു. അങ്ങനെ സന്തോഷമായിട്ട് ആ ജീവിതം പോയിക്കൊണ്ടിരിക്കുമ്പോൾ തൻവി 2, 3, 4 അങ്ങനെ 5ാം ക്ലാസ്സിലെത്തി. ആ സമയത്ത് അച്ഛന് ഒരു അറ്റാക്ക് വരികയാണ്. അങ്ങനെ അച്ഛന് തൻവിയുടെ 5ാം ക്ലാസ് കഴിയാനാവുന്ന സമയത്താണ് തോന്നുന്നു ആ അറ്റാക്ക് വന്നത്. അപ്പൊ ഡോക്ടർ പറഞ്ഞിരുന്നു ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, യാത്രയൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ വെക്കേഷൻ ടൈമാണ്. വെക്കേഷൻ ടൈം വന്നപ്പോൾ തൻവീനെ നാട്ടിൽ കൊണ്ടുവരണമായിരുന്നു. തൻവിയുടെ അമ്മയുടെ അടുത്ത് കുറച്ച് ദിവസം 10-14 ദിവസം നിൽക്കാൻ വേണ്ടി വെക്കേഷൻ സമയത്ത് തൻവി വരികയായിരുന്നു. അപ്പൊ അതിനുവേണ്ടി നാട്ടിൽ വരണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് തൻവിയുടെ രണ്ടാമത്തെ അമ്മ എന്ന് വെച്ചാൽ അച്ഛന്റെ അപ്പോൾ ഉള്ള വൈഫിന്റെ നാട്ടിലേക്ക് പോകണമായിരുന്നു. അപ്പൊ അതൊക്കെ പ്ലാൻ ചെയ്ത് ആ വെക്കേഷനൊക്കെ പ്ലാൻ ചെയ്ത് ഇരിക്കുകയായിരുന്നു. ഈ ഡോക്ടർ യാത്ര ചെയ്യരുതെന്നൊന്നും പറഞ്ഞ കാര്യം വീട്ടിൽ ആർക്കും അറിയില്ലായിരുന്നു. അച്ഛൻ വളരെ കോൺഫിഡൻസ് ആയിരുന്നു, ഒന്നും സംഭവിക്കില്ല എന്ന് വളരെ വിശ്വാസവും ധൈര്യമൊക്കെ ഉള്ള ആളായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഈ തൻവിയെയും കൊണ്ട് നാട്ടിലേക്ക് ട്രാവൽ ചെയ്തു. അവര് വന്നു, ഹോട്ടലിൽ റൂം എടുത്തു, തൻവിയുടെ അമ്മേനെ വിളിച്ചു, തൻവി അമ്മയുടെ കൂടെ വീട്ടിലേക്ക് പോയി. അച്ഛൻ പിറ്റേ ദിവസം രാവിലെ ഹോട്ടലിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് വീണ്ടും അറ്റാക്ക് വന്നു. ഹോട്ടലിലുള്ളവരെല്ലാവരും അദ്ദേഹത്തിനെ ഹോസ്പിറ്റലിലാക്കി. ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുൻപ് അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിന്റെ ഫോണിൽ ലാസ്റ്റ് വിളിച്ച കോള് തൻവിയുടെ അമ്മയുടെ ആയിരുന്നു. ആ നമ്പറിലേക്ക് അവിടെയുള്ള ആളുകൾ കോൾ ചെയ്തു. അപ്പൊ തൻവി അമ്മയും കൂടെ ഹോസ്പിറ്റലിൽ ചെന്നു. അപ്പോഴാണ് അച്ഛൻ മരിച്ചുപോയി എന്നുള്ള വിവരം തൻവി അറിയുന്നത്. തൻവി ഒരുപാട് വിഷമിച്ചു, ഒരുപാട് ബഹളം വെച്ച് കരഞ്ഞു. ആ ഒരു സ്റ്റേജ് വളരെ വിഷമായിരുന്നു. കാരണം ദുബായിലുള്ള അമ്മേനോട് വിളിച്ചു പറയണം, ഇങ്ങനെ അച്ഛൻ പോയി എന്ന് പറയണം. വേറെ ആർക്കും അവരോട് സംസാരിക്കാനുള്ള ഭാഷ അറിയില്ലായിരുന്നു. അവരൊരു ലെബനൻ, സിറിയൻ അങ്ങനെ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മോളായിരുന്നു. അവർക്ക് മലയാളം ഒന്നും അറിയില്ല. അപ്പൊ അറബിയിൽ സംസാരിക്കണമായിരുന്നു. അപ്പൊ തൻവി തന്നെയാണ് അവരെ വിളിച്ചറിയിക്കേണ്ടി വന്നത്. അപ്പൊ ആ കുട്ടിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അവരോട് എങ്ങനെ പറയുന്നറിയില്ല, മരണം എന്ന് പറഞ്ഞാൽ എന്തും അറിയില്ല. അപ്പൊ വളരെ ഒരു വിഷമമുള്ള സ്റ്റേജ് ആയിരുന്നു അത്. എന്തായാലും അച്ഛൻ മരിച്ചുപോയി. അച്ഛൻ മരിച്ചതോടുകൂടെ വീണ്ടും ഈ കുട്ടി ആരുടെ കൂടെ പോവും, അങ്ങനത്തെയൊക്കെ ഒരു വിഷയം വീണ്ടും വന്നു. അപ്പോൾ അമ്മ വേറെ വിവാഹം കഴിച്ച ശേഷം അമ്മയുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെയായിരുന്നു ഈ കുട്ടി താമസിച്ചത്. അവിടുന്നായിരുന്നു ഈ കുട്ടി അച്ഛൻ്റെ അടുത്തേക്ക് ദുബായിലേക്ക് പോയത്. ഇപ്പൊ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ കുട്ടി എവിടെ താമസിക്കും എന്നുള്ള വിഷയം വന്നു. അപ്പൊ 3 ഓപ്ഷൻ ആ കുട്ടിക്ക് ഉണ്ടായിരുന്നു. ഒന്ന് അമ്മയുടെ കൂടെ പോവുക, അല്ലെങ്കിൽ അച്ഛന്റെ പെങ്ങളെ കൂടെ പോവുക, അല്ലെങ്കിൽ അച്ഛന്റെ ഏട്ടന്റെ കൂടെ പോവുക. സ്വാഭാവികമായിട്ട് ആ കുട്ടി അമ്മയാണല്ലോ എപ്പോഴും നമ്മളൊരു പ്രാധാന്യം കൊടുക്കുക. അങ്ങനെ അമ്മയുടെ കൂടെ പോവാൻ തീരുമാനിച്ചു. അമ്മയുടെ കൂടെ പോയി. അപ്പൊ ഈ കുട്ടിയുടെ സ്റ്റെപ്പ് മമ്മിന് ഈ കുട്ടീനെ കൊണ്ടുപോകണമെന്ന് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. ആ സ്ത്രീ നല്ല സ്നേഹിച്ചായിരുന്നു നോക്കിയത്. ആ സ്ത്രീ ഞാൻ കൊണ്ടുപോവാന്നൊക്കെ ഒരുപാട് തവണ പറഞ്ഞു. പക്ഷെ ലീഗലി അതിനുള്ള യാതൊരു നിയമം ഉണ്ടായിരുന്നില്ല. കാരണം അവരുമായിട്ട് ഈ കുട്ടിക്ക് റിലേഷൻ ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ കൊണ്ടുപോകാനൊന്നും നിയമം ഉണ്ടായിരുന്നില്ല. എന്തായാലും ഈ തൻവി സ്വന്തം അമ്മയുടെ കൂടെ താമസാക്കി ചെന്നൈയിൽ. ആ 5ാം ക്ലാസ് മുതൽ തൻവി ചെന്നൈയിൽ അമ്മയുടെ കൂടെയായിരുന്നു. 10ാം ക്ലാസ് വരെ ആ കുട്ടി അവിടെ പഠിച്ചു. അതിനുശേഷം 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ കോളേജിൽ ചേരുമ്പോൾ എവിടെ വേണം, ബാംഗ്ലൂർ വേണോ, നാട്ടിൽ വേണോ എന്നൊക്കെ ചിന്ത വന്നപ്പോൾ ഈ കുട്ടി പറഞ്ഞു ഞാൻ ഗ്രാൻഡ് പാരൻസിന്റെ കൂടെ നിന്ന് പഠിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ തൻവിയുടെ അമ്മയുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ എന്ന് വെച്ചാൽ സിന്ധു കൃഷ്ണയുടെയും അനിയത്തിയുടെയും ഒക്കെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ വന്നിട്ട് നിന്നു. അവിടെ നിന്നിട്ട് കോളേജിൽ പഠിച്ചു. അപ്പോഴേക്കും ഈ കുട്ടി ഒരു റിബൽ സ്വഭാവമുള്ള കുട്ടിയായി തീർന്നിരിക്കണം. ഈ കുട്ടി തന്നെ പറയുന്നുണ്ട്, ഞാൻ വളരെ ഒരു അലമ്പായിരുന്നു ആ സമയത്ത് എന്ന് പറയുന്നുണ്ട്. ഒരു പ്രോപ്പർ അച്ഛനും അമ്മയും ഒക്കെ ഉള്ള ഒരു ഫാമിലിയിലല്ലാതെ വളരുന്ന കുട്ടികൾ സ്വാഭാവികമായിട്ടും ഒരുപാട് ചിന്തകൾ ഉണ്ടായിരിക്കും. സ്വന്തം അച്ഛനല്ല കൂടെ ഉള്ളത്, അല്ലെങ്കിൽ സ്വന്തം അച്ഛൻ മരിച്ചുപോയി, അല്ല അങ്ങനെ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ അമ്മ കെയർ ചെയ്യുന്നത് ശരിയാവോ, അങ്ങനത്തെ ഒക്കെ വിഷയങ്ങൾ ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ വേറെ അമ്മയ്ക്ക് വേറെ മക്കളുള്ളത് കൊണ്ടുള്ള ഫ്രസ്ട്രേഷൻ, അങ്ങനത്തെ ഒരുപാട് എന്താ അറിയില്ല. എന്തായാലും ഈ കുട്ടി ആ സമയത്ത് ഭയങ്കര അലമ്പായിരുന്നു എന്ന് പറയുന്നുണ്ട്. അവരുടെ ഗ്രാൻഡ് പാരൻസ് ആ കുട്ടീനെ നോക്കി. പക്ഷെ ആ കുട്ടി ആ സമയത്ത് ഒരുപാട് എന്തൊക്കെയോ അവസ്ഥകളിലൂടെ കടന്നുപോയി. ഈ കുട്ടിക്ക് എന്തായാലും പഠിക്കുന്ന കുട്ടിയായിരുന്നു. ഈ കുട്ടിക്ക് കാനഡയിൽ പോയി പഠിക്കണം, ജോലി ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹം നിൽക്കുന്ന സമയത്ത് തന്നെ ഈ കുട്ടി ഒരു ലവ് അഫെയറിൽ പോയി പെടുന്നു. വാശി പിടിച്ച് പ്രശ്നങ്ങളായി. അപ്പൊ കല്യാണം കഴിച്ചാലേ കാനഡയിൽ പോകാൻ പറ്റുള്ളൂ, എന്തൊക്കെയോ വിഷയങ്ങൾ വന്നു. അവസാനം ഈ പെൺകുട്ടി ഇയാളെ കല്യാണം കഴിച്ച ശേഷം ഈ കുട്ടി പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ആണ് ഈ കുട്ടിക്ക് കാനഡയിൽ പോകാനുള്ള പേപ്പറൊക്കെ ശരിയാവുന്നതും കാനഡയിലേക്ക് പോകുമ്പോൾ ഈ കുട്ടി വിചാരിക്കുന്നത് ഹസ്ബൻഡിനെ കൊണ്ടുപോവാം, അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ അമ്മേനെ കൊണ്ടുപോവാം പ്രസവ സമയത്ത് എന്ന് വിചാരിച്ചിട്ടാണ് കാനഡയിലേക്ക് പോകുന്നത്. വെച്ചാലും ആ സമയത്താണ് കോവിഡ് വരുന്നത്. ആർക്കും പോകാൻ പറ്റാതെയായി. പിന്നെ ഹസ്ബൻഡിനെ കൊണ്ടുപോയാലേ ഹസ്ബൻഡിന്റെ അമ്മയെ കൊണ്ടുപോവാവൂന്ന് അങ്ങനെ ഒരു ബ്ലഡ് റിലേഷന്റെ ഒക്കെ എന്തൊക്കെയോ വിഷയങ്ങൾ വരുന്നത് കൊണ്ടും ഈ കുട്ടിക്ക് ഹസ്ബൻഡിന്റെ അമ്മേനെ കൊണ്ടുപോകാൻ പറ്റിയില്ല. ഹസ്ബൻഡും ചെന്നില്ല. അവർ തമ്മിലും എന്തൊക്കെയോ വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ കുട്ടി അവിടെ ചെന്ന് അവിടെ സെറ്റിലായി. ആ സമയത്ത് ജോലി ഇല്ലായിക, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ആ കുട്ടി കടന്നുപോയി. ഈ
കുട്ടി ഒരു ആൺകുട്ടീനെ പ്രസവിച്ചു. ഒറ്റയ്ക്കായിരുന്നു അവിടെ. പ്രസവിച്ച് 10 ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് ജോലി കിട്ടി. മുന്നോട്ട് പോകാൻ ചെലവിന് പോകാനൊന്നും കാശില്ലാത്തത് കൊണ്ട് ജോലിക്ക് പോകേണ്ടതായിട്ട് വന്നു. 10 ദിവസം മാത്രം പ്രായമുള്ള ഈ കുട്ടീനെ ഡേ കെയറിലാക്കിയിട്ട് ഈ കുട്ടി ജോലിക്ക് പോകാൻ തുടങ്ങി. ജോലിക്ക് പോയി പഠിച്ചു, വേറെ നല്ല പൊസിഷനിലുള്ള നല്ല ജോലിക്ക് എത്തി. അതിൻ്റെ ഇടയിൽ ഈ കുട്ടിയുടെ അച്ഛനെ മിസ് ചെയ്യുന്നുണ്ട്, ഈ കുട്ടിയുടെ ഫാമിലി മിസ് ചെയ്യുന്നുണ്ട്. ഈ കുട്ടിയുടെ മകന് അങ്ങനത്തെ ഒരു അവസ്ഥ വരരുത് എന്നുള്ളത് കൊണ്ട് അവര് ആ മകന് വേണ്ടിയിട്ട് ഹസ്ബൻഡുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഹസ്ബൻഡിനെ കാനഡയിൽ കൊണ്ടുവരും. ഈ മകനുമായിട്ട് നല്ല ബന്ധം നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്. അവർ തമ്മിൽ പിരിഞ്ഞിട്ടാണെങ്കിലും ഈ മകനുമായിട്ട് നല്ലൊരു ബന്ധം ഈ കുട്ടിയുടെ അനുഭവത്തിൽ നിലനിർത്തുന്നുണ്ട്. ഇപ്പൊ നല്ല ജോലിയൊക്കെ ആയിട്ട് ഈ കുട്ടി കാനഡയിൽ കഴിയാണ്. മോനും കൂടെ ഉണ്ട്, തൻവി മോനും കൂടെ കാനഡയിൽ കഴിയുന്നു. അപ്പൊ എന്താന്ന് വെച്ചാൽ തൻവി തന്നെ പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നു വെച്ചാൽ എൻ്റെ ലൈഫ് ഇങ്ങനെ ആവില്ലായിരുന്നു. ഒരു പക്ഷേ ഞാൻ ദുബായിൽ നല്ല രീതിയിൽ പഠിച്ച് നല്ല ജോലി വാങ്ങി നന്നായിട്ട് സെറ്റിലായി നന്നായിട്ട് ഇരിക്കുകയായിരുന്നു. സത്യത്തിൽ ചിന്തിക്കുമ്പോൾ ആ കുട്ടിയുടെ കുടുംബം തകർന്നു പോയില്ലായിരുന്നു വെച്ചാൽ അച്ഛനും അമ്മയും ഒരുമിച്ച് തന്നെ ആയിരുന്നു വെച്ചാൽ ആ കുട്ടിയുടെ ലൈഫ് ഇങ്ങനെ ആവില്ലായിരുന്നു. നല്ല രീതിയിൽ ചിലപ്പോൾ വേറെ രീതിയിൽ നമ്മൾ അവരുടെ ഫാമിലിയിൽ തന്നെ നമ്മൾ ആ ഉദാഹരണം കാണുന്നുണ്ട്. ഇപ്പൊ കൃഷ്ണകുമാറും സിന്ധു കൃഷ്ണയും അവരുടെ കുടുംബം ഭംഗിയായിട്ട് കൊണ്ടുപോയി അവരുടെ കുട്ടികളൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്ന നല്ല കെട്ടുറപ്പുള്ളൊരു കുടുംബമാണ്. ഇപ്പോഴത്തെ ഒരു ബ്രോക്കൺ ആയിട്ടുള്ള ഒരു ഫാമിലി എന്നുള്ളൊരു കുട്ടി സ്ട്രഗിൾ ചെയ്യാണ്. ഓരോ സ്റ്റേജും കടന്നു പോകുമ്പോൾ സ്ട്രഗിൾ ചെയ്ത് പോകുന്നു. നമ്മൾ നിസ്സാരമായിട്ട് പറയൂല്ലേ, ചേരാത്തവർ തമ്മിൽ പിരിഞ്ഞു പോവാന്നല്ലേ എന്നൊക്കെ. പക്ഷെ അതിൻ്റെ ഇടയിൽ പെട്ടുപോകുന്ന കുട്ടികളെ കാര്യം വളരെ 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 കഷ്ടമാണെന്ന് നമുക്ക് ഇങ്ങനത്തെ ഓരോ ഫാമിലി, ഇങ്ങനത്തെ ഓരോ സ്റ്റോറി കേൾക്കുമ്പോൾ തോന്നും. അപ്പം ഇതിനിപ്പോൾ നമുക്ക് സൊല്യൂഷൻ ഒന്നും പറയാനില്ല. നന്നായിട്ട് വിവാഹം കഴിച്ചു കൊടുത്തവർ പിരിഞ്ഞു പോകുന്നുണ്ട്, ലവ് മാരേജ് ചെയ്തവർ പിരിഞ്ഞു പോകുന്നുണ്ട്. ഇപ്പം ഇത്രയും സ്ട്രഗിളൊക്കെ അനുഭവിച്ച് ഈ അച്ഛനും അമ്മയും പിരിഞ്ഞ് അതിൻ്റെ എല്ലാ വിഷമങ്ങളും അനുഭവിച്ച് വളർന്ന തന്നെ വിവാഹം കഴിക്കുമ്പോൾ വീണ്ടും ഭർത്താവുമായിട്ട് പിരിഞ്ഞു പോകുന്നുണ്ട്. അപ്പം നമുക്കിതിനൊന്നും സൊല്യൂഷൻ ഒന്നും പറയാനില്ല. എന്നാലും നമ്മൾ ഈ കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോൾ കുറച്ചുകൂടിയൊക്കെ ഒരു വിവാഹം കഴിഞ്ഞ് കുറച്ച് നമുക്ക് യോജിച്ച് ജീവിതകാലം മുന്നോട്ട് പോകാൻ പറ്റും തോന്നിയ ഒരു സ്റ്റേജിൽ, ഇപ്പൊ വിവാഹം കഴിച്ചു പോകാൻ പോകുന്ന കുട്ടികളോടാ പറയുന്നത്, അങ്ങനത്തെ ഒരു സ്റ്റേജിൽ ഒരു കുട്ടിയൊക്കെ ഉണ്ടാവുന്നതിനെ കുറിച്ച് ചിന്തിക്കുക. അല്ലാതെ നമ്മള് പിരിഞ്ഞ് ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ട്. അവർക്ക് ആദ്യം ഒരു കുട്ടി ഉണ്ടായി, ഹസ്ബൻഡുമായിട്ട് പ്രശ്നമായിരുന്നു, വിവാഹം മുതലേ പ്രശ്നങ്ങളായിരുന്നു. എന്നിട്ടൊരു കുട്ടി ഉണ്ടായി, എന്നിട്ട് അവർ തമ്മിൽ പിരിഞ്ഞ് രണ്ടുപേരും സ്വന്തം വീട്ടിലായിട്ട് താമസിക്കാൻ തുടങ്ങി. പിന്നെ 2-3 വർഷം കഴിഞ്ഞിട്ട് ഇവരൊന്ന് കോംപ്രമൈസ് ആയി ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അടുത്ത കുട്ടി ഉണ്ടായി. വീണ്ടും അവർ തമ്മിൽ പ്രശ്നമായി പിരിഞ്ഞു. പിന്നീട് ഹസ്ബൻഡ് കുറച്ച് ലിവർ സിറോസ് ഒക്കെ ആയിട്ട് മരിച്ചു. അപ്പൊ അങ്ങനത്തെ കേസുകളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ കുറച്ചുകൂടിയൊക്കെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് നമ്മളൊരു കുട്ടീനെ ഭൂമിക്ക് കൊണ്ടുവരുമ്പോൾ അതിന് ജീവിക്കാനുള്ള സാഹചര്യത്തിലാണോ നമ്മളെ ലൈഫ് എന്നൊക്കെ നോക്കിയിട്ട് ഒക്കെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ കുറച്ചുകൂടിയൊക്കെ ഒരുപാട് പേര് വിഷമിക്കാതെയും സന്തോഷമായിട്ടും ഒക്കെ ജീവിക്കുന്ന അവസ്ഥ വരും. ഞാനിത് അവരെ മോശമാക്കാനോ ഒന്നും ചെയ്തൊരു വീഡിയോ അല്ല. ഭയങ്കര എനിക്ക് ആ കുട്ടിയുടെ ഫാദേഴ്സ് ഡേക്കുള്ള ഒരു വീഡിയോ കണ്ടപ്പോൾ വളരെ സങ്കടം തോന്നി. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ആ ഫാദേഴ്സ് ഡേന്റെ അന്ന് തന്നെയായിരുന്നു ഈ കുട്ടിയുടെ അച്ഛൻ മരിച്ചത് എന്നുള്ളതാണ്. അതേ ഡേറ്റിനാണ് മരിച്ചത്. ഓരോ ഫാദേഴ്സ് ഡേയും ആ കുട്ടിയുടെ അച്ഛന്റെ ഓർമ്മ ദിവസം കൂടിയാണ്. അപ്പോൾ വളരെ ഭംഗിയായിട്ട് എനിക്ക് ആ കുട്ടീനെ വളരെ ഇഷ്ടമാണ്. നല്ല ഈ കൃഷ്ണകുമാർ ഫാമിലിയുടെ കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു പോഷായിട്ട് അല്ലെങ്കിൽ ഒരു വേറെ ഒരു ചില കുട്ടികൾ, ആ ചെറിയ കുട്ടിയൊക്കെ ഒരു സ്വപ്നലോകത്ത് പോലെ അങ്ങനെ ഒരു ഫാന്റസി ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു കുട്ടീനെ പോലെ തോന്നാറുണ്ട്. പക്ഷെ ഈ തൻവി എന്ന് പറയുന്ന ഈ സിന്ധു കൃഷ്ണയുടെ അനിയത്തിയുടെ മോള് വളരെ ഒരു ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു പ്രത്യേക നല്ലൊരു കുട്ടിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അങ്ങനെ പറയണം തോന്നി, അതുകൊണ്ട് പറഞ്ഞതാണ്. എല്ലാവർക്കും നന്ദി.